12 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ രഞ്ജിതയുടെ മൃതദേഹം അമ്മയ്ക്കും മക്കൾക്കും അരികിലേക്ക് എത്തുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അഹമ്മദാബാദിൽ നിന്നും തുടർച്ചയായ പരിശോധനാക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. നാട്ടിൽ നിന്നും ബന്ധുക്കളടക്കം നിരവധി പേർ മൃതദേഹം ഏറ്റുവാങ്ങുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തിയിരുന്നു. തുടർച്ചയായി നിരവധി DNA പരിശോധനകൾ നടത്തിയിട്ടും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ വിദേശത്തായിരുന്ന സഹോദരനെ കൂടാതെ നാട്ടിൽ നിന്നും അമ്മയുടെ രക്തസാമ്പിൾ കൂടി ശേഖരിച്ച് അഹമ്മദാബാദിൽ എത്തിച്ച് പരിശോധിച്ചാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. തുടർന്ന് വിങ്ങലോടെയാണ് രഞ്ജിതയുടെ അനുജൻ രതീഷും അടുത്ത ബന്ധുവായ ഉണ്ണികൃഷ്ണനും രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇന്ന് ഇപ്പോൾ 10 മണിയോടെ രഞ്ജിത പഠിച്ച സ്കൂളിൽ പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുക. വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ നടത്തുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം സാധാരണ നിറയെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും മക്കൾക്ക് പകർന്നു നൽകാൻ സാധിക്കാത്ത അടക്കി വെച്ച 1000 സ്നേഹവുമായാണ് രഞ്ജിത കഴിഞ്ഞ 6-7 വർഷമായിട്ട് നാട്ടിലേക്ക് ഓടിയെത്താറുള്ളത്. ഇതാദ്യമായിട്ടാണ് ഒഴിഞ്ഞ കൈകളുമായി രഞ്ജിത മക്കൾക്കും അമ്മയ്ക്കും അരികിലേക്ക് എത്തുന്നത്. അതും അടഞ്ഞ കണ്ണുകളോടുകൂടി. ഇനി ഒരിക്കലും അവളുടെ പുഞ്ചിരിക്കുന്ന ആ മുഖം കാണാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ നെഞ്ചു പൊട്ടുകയാണ് ഓരോരുത്തർക്കും. സുരക്ഷിതമായി എംബാം ചെയ്ത പെട്ടിക്ക് മുകളിൽ ഒട്ടിച്ച ഒരു പടം മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് രഞ്ജിതയായി കാണാനാവുക. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇന്നലെയാണ് തിരിച്ചറിഞ്ഞത്. വിമാന ദുരന്തം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. സഹോദരന്റെ DNA സാമ്പിൾ ഉപയോഗിച്ചായിരുന്നു രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ വേണ്ട ആദ്യ പരിശോധന നടത്തിയത്. എന്നാൽ ഇത് ഫലം കാണാതായതോടെ അമ്മയുടെ DNA സാമ്പിളും പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. ശനിയാഴ്ചയാണ് രഞ്ജിതയുടെ അമ്മ തുളസിയുടെ രക്തസാമ്പിൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 270 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. DNA പരിശോധനയിൽ 231 ശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും രഞ്ജിതയുടെ ശരീരം മാച്ചിങ്ങിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നു. തിങ്കളാഴ്ച പുറത്തുവന്ന ഫലത്തിലാണ് ശരീരം ഒടുവിൽ കണ്ടെത്തിയത്. കേരള സർക്കാർ സർവീസിൽ നേഴ്സായിരുന്ന രഞ്ജിത ജോലിയിൽ നിന്നും ലീവ് എടുത്തായിരുന്നു വിദേശത്തേക്ക് ജോലിക്ക് പോയത്. പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായി ലണ്ടനിലേക്ക് മടങ്ങവെയാണ് രഞ്ജിതയുടെ വിയോഗം. ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത്. കുവൈത്തിലും മറ്റുമായി അനേകം വർഷങ്ങൾ ജോലി ചെയ്തു. PSC വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്നും 4 ദിവസത്തേക്ക് അവധിക്ക് നാട്ടിലെത്തിയത്. കുടുംബ വീടിന് സമീപത്ത് വീടുപണി ഏറെക്കുറെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കുകയാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചത്.